അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠം മാ ഹലറ നൗഫലുൻ. മാ ഹലറ നൗഫലുൻ എന്താണ്? നൗഫൽ വന്നില്ല. ഒരു ഉസ്താദും കുട്ടികളും തമ്മിലുള്ള ഹിവാർ, സംഭാഷണമാണ് ഇവിടെ പാഠഭാഗത്തിൽ. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖറജ തുല്ലാബു ഇലൽ മദ്രസത്തി മുബക്കിരി. എന്താണ്? വിദ്യാർത്ഥികൾ രാവിലെ നേരത്തെ മദ്രസയിലേക്ക് പുറപ്പെട്ടു. ഹലറ ജമിഉ തുല്ലാബി. മുഴുവൻ വിദ്യാർത്ഥികളും എത്തി. ലാക്കിൻ പക്ഷേ മാ ഹലറ നൗഫൽ. നൗഫൽ വന്നില്ല. വസലൽ ഉസ്താദു ഇലാ സഫി. ഉസ്താദ് ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നു. വസല്ലമ അലൈഹിം. വിദ്യാർത്ഥികളോട് സലാം പറഞ്ഞു. വസ് അലഹും. വിദ്യാർത്ഥികളോട് ചോദിച്ചു. കൈഫ ഹാലുക്കും. നിങ്ങളുടെ വിശേഷം എന്താണ്? അജാബൽ ജമിഉ. എല്ലാവരും മറുപടി പറഞ്ഞു. സൈൻ അൽഹംദുലില്ലാ. നല്ലത് തന്നെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലെ നല്ലത് തന്നെ, അള്ളാഹുവിന് സ്തുതി, നല്ലത് തന്നെ എന്ന് വിദ്യാർത്ഥികൾ മറുപടി പറഞ്ഞു. അൽ ഉസ്താദ്. ഉസ്താദ് ഹൽ കതബത്തും വാജിബാത്തുൽ മൻസിലിയ. ഉസ്താദ് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഹോംവർക്ക് എഴുതിയോ? ഇന്നലെ തന്ന ഹോംവർക്ക് ഒക്കെ എഴുതിയോ എന്ന് ചോദിക്കുകയാണ്. അത്തുല്ലാബ്. വിദ്യാർത്ഥി എന്ത് പറഞ്ഞു? നഅം കതബന. അതെ, ഞങ്ങൾ എഴുതി. അവർ പറഞ്ഞു, കുട്ടികൾ പറയാണ്, അതെ ഞങ്ങൾ എഴുതി. ഇഹ്സാൻ. ഇഹ്സാൻ പറഞ്ഞു, മാ കതബത്ത് യാ ഉസ്താദി. എന്താണ്? ഉസ്താദെ ഞാൻ എഴുതിയില്ല. ഇഹ്സാൻ പറഞ്ഞതാണ്, ഉസ്താദെ ഞാൻ എഴുതിയില്ല. അൽ ഉസ്താദു ലിമ. ഉസ്താദ് ചോദിച്ചു, ലിമ എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് ഉസ്താദ് ചോദിച്ചു. അപ്പൊ ഇഹ്സാൻ പറയാണെന്ത്? മാ ഹലർത്തു അംസി. ഞാൻ ഇന്നലെ വന്നില്ല. അതുകൊണ്ട് ഞാൻ ഹോംവർക്ക് തന്നത് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ എഴുതിയില്ല എന്ന് ഇഹ്സാൻ മറുപടി പറഞ്ഞു. അസോബനി ഹുമ്മ. എനിക്ക് പനി പിടിപെട്ടു. ഇഹ്സാൻ പറഞ്ഞതാണ്, ഇന്നലെ വന്നില്ലായിരുന്നു, എനിക്ക് പനി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്നലെ വന്നില്ല, അതുകൊണ്ട് ഹോംവർക്ക് എഴുതിയില്ല. സഅക്തുബു ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് എഴുതാം. ഇഹ്സാൻ പറഞ്ഞു, ഞാൻ പിന്നീട് എഴുതാം. സഅക്തുബു ഞാൻ പിന്നീട് എഴുതാം. അൽ ഉസ്താദു ത്വയ്യിബുൻ. അൽ ഉസ്താദ് ത്വയ്യിബുൻ. ബാറക്കല്ലാഹു ഫീക. ഉസ്താദ് പറഞ്ഞു, ത്വയ്യിബുൻ ശരി, ബാറക്കല്ലാഹു ഫീക, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മൾ പാഠഭാഗത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഈ പാഠഭാഗത്തിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? മാലി മുസ്ബത്തും മാലി മംഫിയും. ഇത് രണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് മുസ്ബത്ത്, എന്താണ് മൻഫി? ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നതാണ് മുസ്ബത്ത്. നമ്മൾ പാഠഭാഗത്തിൽ റോസ് കളറിൽ വന്നത് അത് മുസ്ബത്ത്. പിന്നെ എന്താണ് മൻഫി? ഒരു പ്രവൃത്തി ചെയ്തില്ല എന്നതാണ്. ഒരു പ്രവൃത്തി ചെയ്തില്ല എന്ന് പറയുന്നതാണ് മൻഫി. അതായത് എന്താണ്? എഴുതി എന്ന് പറയുന്നത് മുസ്ബത്തും എഴുതിയില്ല എന്ന് പറയുന്നത് എന്താണ്? മൻഫിയാണ്. കിടന്നു അത് മുസ്ബത്ത്, കിടന്നില്ല അത് മൻഫിയാണ്. നമുക്ക് പാഠഭാഗത്തിൽ നീല കളറിൽ വന്നത്, അതിനോട് ചേർന്നിട്ട് മാ എന്ന് വരും. അപ്പം അത് മനസ്സിലാക്കാം. നമുക്ക് ആ ഉദാഹരണങ്ങളൊന്ന് നോക്കിയിട്ട് ബാക്കി പറയാം. സ്ഥിരമായിട്ടുള്ള പ്രവൃത്തിയുടെ മേലറിയിക്കുന്നതാണ് മുസ്ബത്ത്. ഹാജറായി, അതുപോലെ ഹാജറായിട്ടില്ല എന്ന് നിഷേധിക്കുന്നതാണ് മൻഫി. അതുകൂടി മനസ്സിലാക്കാം. ഒന്നാമത് വന്നത് മുസ്ബത്തിലെ ഖറജ തുല്ലാബ്. വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. അപ്പോൾ അവിടെ പുറപ്പെട്ടു എന്നതാണ് ഖറജ. പുറപ്പെട്ടു, ചെയ്തു, അതാണ് ഖറജ. അടുത്ത മൻഫിയിലേക്ക് നോക്കൂ. മാ ഹലറ നൗഫൽ. നൗഫൽ വന്നില്ല. അപ്പൊ മാ ഹലറ, മാ വന്നു ഹലറയുടെ മുന്നേ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ മുസ്ബത്തും മൻഫിയും വേർതിരിച്ച് എഴുതാൻ വരുമ്പോൾ മാ ചേർന്ന് വന്നതാണ് മൻഫി എന്ന് മനസ്സിലാക്കുക. മാ ഇല്ലാത്തതാണ് മുസ്ബത്ത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്തതാ ഹലറൽ ജമിഉ.
ഹലറൽ ജമീവാണ് മുസ്ബത്ത്. അതിൽ ഹലറ എന്താണ്? എല്ലാവരും എത്തി, മുഴുവൻ വിദ്യാർത്ഥികളും എത്തി എന്ന് പറഞ്ഞു. അതിൽ ഹലറ എന്നത് മുസ്ബത്ത്. അടുത്തതാ മംഫീല് മാ കത്തബത്തു, ഞാൻ എഴുതിയില്ല. ഞാൻ എഴുതിയില്ല, മാ ചേർന്ന് വന്നു. അടുത്തത് വസലൽ ഉസ്താദ്, മുസ്ബത്താണ്. ഉസ്താദ് എത്തിച്ചേർന്നു എന്നാണ്. വസല എത്തിച്ചേർന്നു, അപ്പോൾ അവിടെ മുസ്ബത്ത്. മംഫീല് മാ ഹലറത്ത്, ഞാൻ വന്നില്ല. മാ ഹലറത്ത്, ഞാൻ വന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മാ ചേർന്ന് വന്നതാണ് മംഫി, മാ ഇല്ലാത്തത് മുസ്ബത്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇതുപോലെ എക്സാമിന് വേർതിരിക്കാനൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത വർക്ക് നമുക്ക് വരുന്നത് എന്താണ്? പട്ടിക നിരീക്ഷിച്ചിട്ട് പൂർത്തിയാക്കാനാണ്. നമുക്കവിടെ ഫഅല കതബ ഇത് രണ്ടും സർഫാക്കാൻ, അത് ഇടയിലൊക്കെ വിട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഫഅല എന്നത് നമുക്ക് മുഴുവനായിട്ട് തന്നിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ കതബ എന്നതിനെ സർഫാക്കണം. അപ്പോൾ അതിൻ്റെ എന്താണ്? മംഫി മാ ഫഅല, ഫഅല എന്നതിൻ്റെ മംഫി മാ ഫഅല, കതബ എന്നതിൻ്റെ മംഫി മാ കതബ. അങ്ങനെ മുഴുവനായിട്ട് നമുക്കവിടെ അത് പൂർത്തിയാക്കി കൊടുക്കണം. ഫഅല ഫഅല ഫഅലു ഫഅൽത ഫഅൽത ഫഅൽന ഫഅൽത ഫഅൽതുമാ ഫഅൽതും ഫഅൽതി ഫഅൽതുമാ ഫഅൽന ഫഅൽതു ഫഅൽന. അപ്പം അതുപോലെ കതബ 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 കതബു, കതബത്ത് കതബത്ത കതബ്ന, കതബത്ത കതബത്തുമാ കതബത്തും, കതബത്തി കതബത്തുമാ കതബത്തുന്ന കതബത്തു കതബ്ന. അങ്ങനെ അത് സർഫാക്കാം. ഇനി അതിൻ്റെ മംഫി വരുന്നത് ഫഅല എന്നതിൻ്റെ മാ ഫഅല, പിന്നെ മാ കതബ. ആ രീതിയിൽ നമുക്കതുപോലെ മാ എന്ന് ചേർത്തിട്ട് പട്ടിക പൂർത്തിയാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എഴുതിയത് ഞാനിവിടെ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാം. നിങ്ങളെ ഉപകാരപ്പെടുത്തുക, അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ സർഫാക്കുന്നത് താഴെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കണം. മുദക്കറും മുഅന്നസും വരുന്നതൊക്കെ കേട്ടോ. ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നാണ്. ഫഅല എന്നാൽ പ്രവർത്തിച്ചു എന്നാണ്. അപ്പോൾ അവൻ പ്രവർത്തിച്ചു, ഫഅല. ഫഅല എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിച്ചു, 2 പേര്. ഫഅലു അവർ പ്രവർത്തിച്ചവർ, കൂടുതൽ പേര്. അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അടുത്ത കതബ, കതബ എഴുതി, കതബ അവൻ എഴുതി, കതബ അവർ എഴുതി, കതബു അവർ കൂടുതൽ പേർ എഴുതി. അപ്പോൾ അത് മുദക്കർ മുഅന്നസ് വരുമ്പം അവൾ എഴുതി, കതബ. കതബ അവർ എഴുതി, 2 സ്ത്രീകൾ. കതബ്ന അവർ എഴുതി, കൂടുതൽ പേര്. അപ്പം അത് മാ ചേർത്ത് മാ കതബ എന്ന് എഴുതുമ്പം അവൻ എഴുതിയില്ല, മാ കതബ അവർ എഴുതിയില്ല, മാ കതബു അവർ കൂടുതൽ പേര് എഴുതിയില്ല. ആ രീതിയിലേക്ക് മനസ്സിലാക്കാം. പിന്നെ അവിടെ അടുത്ത വർക്ക് എന്താണ് നമുക്ക് വരുന്നത്? ഫീല് മുസ്ബത്തിന് നേരെ റൗണ്ട് ചെയ്യാനും മൻഫിക്ക് നേരെ സ്റ്റാർ അടയാളപ്പെടുത്താനുമാണ്. ഹർജത്തുല്ലാബു ഇലൽ മദ്രസത്തി മുബക്കിരീൻ എന്താണ്? വിദ്യാർത്ഥികൾ രാവിലെ നേരത്തെ മദ്രസയിലേക്ക് പുറപ്പെട്ടു. അപ്പം അതെന്താണ്? ഫേല് മുസ്ബത്താണ്. ഫേല് മുസ്ബത്താണ്. അപ്പം അതിൽ നമുക്ക് മാ എന്ന് വരുന്ന ഫേലുകളില്ല. അപ്പം അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്തതാ മാ തറക്ക നൗഫലു സ്വലാത്തൻ മക്തൂബ, നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം നൗഫൽ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അവിടെ എന്താണ്? നമുക്ക് സ്റ്റാർ അടയാളപ്പെടുത്താം. മാ തറക്ക, മാ തറക്ക ഉപേക്ഷിച്ചിട്ടില്ല, മനസ്സിലായില്ല? അപ്പോൾ അതിന് നേരെ നമുക്ക് സ്റ്റാർ അടയാളപ്പെടുത്താം. അടുത്തതാ ഹദറ ജമീഉ തുല്ലാബു ഫീ മജ്ലിസി ദിക്രി എന്താണ്? എല്ലാ വിദ്യാർത്ഥികളും ദിക്റിൻ്റെ മജ്ലിസിൽ എത്തി. അപ്പം നമുക്കവിടെ മാ എന്ന വേർഡ്സുകളൊന്നുമില്ല. എല്ലാ വിദ്യാർത്ഥികളും ദിക്റിൻ്റെ മജ്ലിസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് റൗണ്ട് ചെയ്യാം. മാ കദബ ഇഹ്സാൻ, മാ കദബ ഇഹ്സാൻ എന്താണ്? ഇഹ്സാൻ കള്ളം പറഞ്ഞില്ല. ഇഹ്സാൻ കള്ളം പറഞ്ഞില്ല.
അപ്പോൾ അവിടെ ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെ വരുമ്പോൾ നമുക്കവിടെ മാ കദബ, മാ തറക്ക എന്നൊക്കെ വന്നു. അപ്പോൾ അതവിടെ നമുക്കവിടെ സ്റ്റാർ ചെയ്യാം. അടുത്ത വർക്ക് വരുന്നത് ഉദാഹരണത്തിലേതുപോലെ മാലി മുസ്ബത്തിനെ മാലി മൻഫി ആക്കി എഴുതാനാണ്. അവിടെ നമുക്കൊരു ഉദാഹരണം തന്നു. എന്താണ്? റജാ ജമീഉ തലാമീദ് എന്നാണ്, എല്ലാ വിദ്യാർത്ഥികളും മടങ്ങി എന്നാണ്. റജാ ജമീഉ തലാമീദ്. അത് നമ്മൾ എന്താക്കി? മാ റജാ ജമീഉ തലാമീദ്, എല്ലാ വിദ്യാർത്ഥികളും മടങ്ങിയില്ല. മാ റജാ മടങ്ങിയില്ല എന്നവിടെ നമ്മൾ മാറ്റി. അതുപോലെ അടുത്തത് ഹറജത്തി തോലിബത്തു ഇലാ സൊഫി. ഹറജത്തി തോലിബത്തു ഇലാ സൊഫി, വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് പോയി. അവിടെ ക്ലാസ്സിലേക്ക് പോയി. അപ്പൊ നമ്മൾ പോയില്ല ആക്കുമ്പോൾ മാ ഹറജത്തി, മാ ഹറജത്തി തോലിബത്തു ഇല സൊഫി, വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് പോയില്ല. മാ ഹറജത്തി തോലിബത്തു ഇല സൊഫി, മാ ഹറജത്തി എന്നവിടെ മാറി. അടുത്തതോ അൽ വലദാനി അക്ലൽ മൗസ. അൽ വലദാനി അക്ലൽ മൗസ, രണ്ട് വിദ്യാർത്ഥികൾ വാഴപ്പഴം കഴിച്ചു. അൽ വലദാനി, രണ്ട് വിദ്യാർത്ഥികൾ വാഴപ്പഴം കഴിച്ചു. നീ കഴിച്ചില്ല എന്ന് പറയണെങ്കിലാ അൽ വലദാനി മാ അക്ലൽ മൗസ, മാ അക്ലൽ, വാഴപ്പഴം കഴിച്ചില്ല. രണ്ട് വിദ്യാർത്ഥികൾ വാഴപ്പഴം കഴിച്ചില്ല. അടുത്തതാ അൽ ബനാത്തു ജലസ്ന അലൽ മഖാദി, പെൺകുട്ടികൾ ബെഞ്ചിലിരുന്നു. പെൺകുട്ടികൾ ബെഞ്ചിലിരുന്നു. അപ്പോൾ ഇരുന്നില്ല എന്നുള്ളത് മാ ജലസ്ന, അൽ ബനാത്തു പെൺകുട്ടികൾ, മാ ജലസ്ന അലൽ മഖാദി, പെൺകുട്ടികൾ ബെഞ്ചിലിരുന്നില്ല. അടുത്തതാ ഇനി വന്നത് ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായ ഫിഅൽ എടുത്ത് എഴുതാം. ശരിയായത് യോജിച്ചത് ചേർത്തിട്ട് പൂർത്തിയാക്കി കൊടുക്കാനാണ്. അൽ മുജ്തഹിദൂന, അൽ മുജ്തഹിദൂന മാ ഡാഷ് ഫിൽ ഇംതിഹാനി, ശരിയായി പരിശ്രമിച്ചവർ എന്താണ്? മാ റസബു, മാ റസബു. അൽ മുജ്തഹിദൂന മാ റസബു ഫിൽ ഇംതിഹാനി, പരിശ്രമിച്ചവർ പരീക്ഷയിൽ തോറ്റിട്ടില്ല. റസബു, മാ റസബു, തോറ്റിട്ടില്ല. ഇവിടെ മാ റസബു എന്നത് യോജിപ്പിക്കാം. അടുത്തതാ മാ ഡാഷ് ഫാത്തിമത്തു ഷായ അംസി, ഫാത്തിമ ഇന്നലെ ചായ കുടിച്ചില്ല. അപ്പോൾ എന്താണ്? മാ ശരിബത്ത്, മാ ശരിബത്ത്, കുടിച്ചില്ല. അടുത്തതാ മാ ഡാഷ് തോലിബു വക്തദർസി, മാ ലൈബ, കളിച്ചില്ല. മാ ലൈബ, കളിച്ചില്ല. തോലിബു വക്തദർസി, പഠന സമയത്ത് വിദ്യാർത്ഥി കളിച്ചില്ല. പഠന സമയത്ത് വിദ്യാർത്ഥി കളിച്ചില്ല. അപ്പൊ അവിടെ ഒന്നാമത്തത് പരിശ്രമിച്ചവർ തോറ്റിട്ടില്ല, പരീക്ഷയിൽ പരിശ്രമിച്ചവർ. അപ്പൊ അത് കൂടുതൽ പേരുണ്ട്. അപ്പൊ അവിടെ റസബു, റസബു നമ്മള് പെൺകുട്ടികളാണ്. അവരൊരു കൂട്ടം പെൺകുട്ടികൾ, അവർ പരിശ്രമിച്ചവർ പരീക്ഷയിൽ തോറ്റിട്ടില്ല. അപ്പൊ അവിടെ റസബു. അടുത്തത് മാ ശരിബത്ത് ഫാത്തിമത്തു ഷായ അംസി, അപ്പൊ അവിടെ ഫാത്തിമയാണ്. അപ്പോൾ ശരിബത്ത്, ശരിബത്ത്, ഫാത്തിമ ഇന്നലെ ചായ കുടിച്ചില്ല. മാ ശരിബത്ത്. അടുത്തത് തോലിബ്, വിദ്യാർത്ഥിയാണ്. ഒരു വിദ്യാർത്ഥിയുള്ളൂ. അപ്പോൾ മാ ലൈബ, ഒരു വിദ്യാർത്ഥിയാണ്. പഠന സമയത്ത് വിദ്യാർത്ഥി കളിച്ചില്ല എന്നൊരു വിദ്യാർത്ഥിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ മാ ലൈബ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് നമുക്ക് സർഫാക്കാനാണ്. ഇവിടെ നസറ, മാ നസറ. അതേപോലെ നമ്മൾ നേരത്തെ ഫയല കത്തബ ചെയ്തതുപോലെ ഇത് സർഫാക്കണം. അപ്പോൾ അത് എഴുതിയ ഒരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം. മുഴുവനായിട്ട് പറയണില്ല, അത് ഓർഡറിൽ നമ്മൾ മനസ്സിലാക്കുക. നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു, നസറ സഹായിച്ചു. എഴുതിയിൽ അത് മുഴുവനായിട്ട് നമുക്കവിടെ എഴുതി കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ മാ ദഹബ, പോയില്ല. ദഹബ പോയി, മാ ദഹബ പോയില്ല. ആ രീതിയിൽ അതും നമുക്ക് സർഫാക്കാം. ഇനി അടുത്ത വർക്ക് എന്താണ് വന്നത്? നമുക്ക് വായിക്കാം. ഖുർആൻ എന്നുള്ള ചെറിയ ഭാഗങ്ങളാണ്. അതിൽ നിന്ന് മാലി മുസ്ബത്തിന് അടിവരയിട്ട് കൊടുക്കണം. പിന്നെ മൻഫി ആയതിന്
മൻഫി ആയതിന് റൗണ്ടും വരച്ചെടുക്കാം. മൻഫി ആയതിന് റൗണ്ടും മുസ്ബത്തിന് അടിവരയും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അപ്പോൾ അതിൽ മാ ചേർന്ന് വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാം അല്ലേ? അപ്പോൾ നമുക്ക് അത് ഖലഖിൻ്റെ അവിടെ അടിവര ഇട്ട് കൊടുക്കാം. അടുത്തതോ മാ ലൊല്ല സോഹിബുക്കും മാ അവ. അപ്പോൾ അവിടെ മാ ലൊല്ല എന്നതും മാ അവ എന്നതും നമുക്ക് എന്താണ്? മംഫിയാണ്. അപ്പം അതിന് വട്ടം വരച്ചു കൊടുക്കാം. അടുത്തത് ഒമാ കത്തലൂഹു യക്കീന. അപ്പം അവിടെ മാ കത്തലൂ എന്നിടത്ത് നമുക്ക് വട്ടം വരയ്ക്കാം. അടുത്തതോ ബർ റഫാഉല്ലാഹു ഇലൈഹി. അപ്പം അവിടെ റഫാഹു, റഫാ എന്നുള്ളിടത്ത് എന്താണ്? മുസ്ബത്താണ്. അവിടെ മാ ഇല്ല, മംഫി അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം അത്രയും ആണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഉള്ളത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. പറയുന്നത് എന്തെങ്കിലും മാറിപ്പോവുക, എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.